അവൾക്ക് എന്നോട് എന്തെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ അവളെ ഒന്ന് ഇവിടുന്ന് മാറ്റിത്താ. ഞാൻ എന്ത് ചെയ്യാനാഷി? ഒരു പ്രാവശ്യം അച്ഛനെ മുത്തച്ഛയും വിട്ട് ശ്രമിച്ചതല്ലേ? ആ നാശം വരുന്നില്ലല്ലോ. എങ്ങനെ വരും? അവിടെ സൂചിച്ച് ജീവിക്കല്ലേ? ഒരു പണിയും എടുക്കണ്ട, രാജകീയമായി ജീവിക്കാം. അപ്പൊ പിന്നെ അത് കളഞ്ഞിട്ട് വരുമെന്ന് തോന്നുന്നുണ്ടോ? ഹലോ, ആ പറ. നിങ്ങൾ രണ്ടുപേരും കൂടി അവിടെ ചർച്ച ചെയ്തോണ്ടിരിക്കാതെ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കേ. അല്ലെങ്കിൽ ദുർഗയ്ക്ക് പകരം ഞാനായിരിക്കും അങ്ങോട്ട് വരാൻ പോകുന്നേ. മോളെ, നീ ഒന്ന് സമാധാനിക്ക്. നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. അമ്മയൊന്ന് ആലോചിക്കട്ടെ. ശരി, ഞാൻ വെക്കുവാ. വെക്കല്ലേ. ആ കുട്ടമ്പിള്ള വന്നിട്ട് എന്ത് പറഞ്ഞു നീ പറഞ്ഞില്ലല്ലോ. അതെന്ത് പറയാനാ? അയാളുടെ മുന്നിലിട്ട് ദുർഗ എന്നെ അപമാനിച്ചു, അത്രേ ഉള്ളൂ. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അമ്മ അവളെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും കൊണ്ടുപോകാനുള്ള വഴി നോക്കിട്ട് എന്നെ വിളിച്ചാ മതി. ആഷി, ഹലോ. എന്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി തൽക്കാലം എനിക്കിവിടെ നിന്നേ പറ്റൂ. ഇവൻ ഇതാരോടെ സംസാരിക്കുന്നത്? ദുർഗ ഇവിടെങ്ങും ഇല്ലല്ലോ. കിരണന്റെ കയ്യിലെന്താ? എന്തിനും അമ്മ എനിക്കൊപ്പം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോ ആ ഫോട്ടോ അവന്റെ അമ്മയുടേതാണ്. അതൊന്ന് കാണാൻ എന്താ വഴി? ആ വിശ്വാസമാണ് എന്റെ ധൈര്യം. എത്ര നാളിങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം ഞാനിവിടെ നിൽക്കും. ഈ പെണ്ണിപ്പ എന്തിനാ ഇങ്ങോട്ട് വന്നത്? മോള് അപ്പുറത്ത് പോയി കളിച്ചോ. നാശം. എന്താ ചെറിയമ്മ ഇവിടെ? മോളെന്താ പറയുന്നേ? മോള് ചുമ്മാ ഓരോന്ന് പറയാ. എന്താ എന്താ മോളെ? കിരണിന്റെയും ദുർഗയുടെയും മുറിയില് ചെറിയമ്മ എന്ത് ചെയ്യായിരുന്നു എന്നാ മോള് ചോദിക്കുന്നേ? ഏയ്, ഞാൻ വെറുതെ ഇതിലെ വന്നതാ. റൂം തുറന്നു കിടക്കുന്നത് കണ്ടപ്പോ അടച്ചിട്ടേക്കാവുന്ന കരുതി. കുട്ടേട്ടൻ ഇതുവരെ എത്തിയില്ലേ? ഇല്ല, ഞാൻ വിളിച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞേ, ഉടനെ എത്തും. ആ ഡ്രൈവറെ കിട്ടുമ്പോ നമുക്ക് പല പ്രതീക്ഷകളുണ്ടായിരുന്നു. പക്ഷെ അയാളിങ്ങനെ സംസാരിക്കാതിരുന്ന നമ്മൾ എന്ത് ചെയ്യും? പഠിച്ച കള്ളന്മാരെയും നല്ല മനക്കെട്ടിയുള്ളവരെയും ക്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാ. എത്ര ബുദ്ധിമുട്ടിയാലും നമുക്ക് വേണ്ട വിവരങ്ങൾ അയാളിൽ നിന്ന് ചികഞ്ഞെടുത്തേ പറ്റൂ. സോറി, ഞാൻ കുറച്ച് ലേറ്റായി പോയി. സാരമില്ല കുട്ടേട്ട, ഇരിക്കും. ഇരിക്കൂട്ടേട്ടാ. ഞങ്ങൾ ആ ഡ്രൈവറുടെ കാര്യം സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അയാൾ വാ തുറന്നൊന്നും പറയുന്നില്ലല്ലോ. അതൊക്കെ നമുക്ക് ശരിയാക്കാം. യവനേക്കാൾ വലിയ വേന്ദ്രന്മാരെ സ്റ്റേഷനിൽ കൊണ്ട് ഉരുട്ടി സത്യം പറയിപ്പിച്ചിട്ടുണ്ട്. പിന്നെയാണ് യവൻ. അയാളെ ശാരീരികമായി ടോർച്ചർ ചെയ്തുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. അതെ,
മറ്റെന്തെങ്കിലും മാർഗം കണ്ടെത്തുന്നതായിരിക്കും ബുദ്ധി. എന്തായാലും ശ്രമം ഉപേക്ഷിക്കണ്ട. നമുക്ക് എല്ലാ വഴികളും നോക്കാം. ഏതെങ്കിലും ഒന്ന് വർക്കൗട്ട് ആവാതിരിക്കില്ല. ഉം. ഇത് നിനക്ക് തരുന്ന അവസാനത്തെ അവസരം. ഇനിയും നീ ഒന്നും പറയാൻ തയ്യാറായില്ലേ, നിന്നെ എൻകൗണ്ടർ ചെയ്യാനാണ് ഞങ്ങളുടെ പ്ലാൻ. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ ഞാനൊന്നും പറയും നിങ്ങൾ കരുതണ്ട. പിടിക്കും.